ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ മനു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് എക്സാം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അല്ലൂട്ടിക്കും രാവിലെ 7 മണി മുതൽ ട്യൂഷനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ ട്യൂഷനുള്ളത്. പക്ഷേ എക്സാമുള്ള ടൈമിൽ അവൾക്ക് രാവിലെയും ട്യൂഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുഞ്ഞാണെങ്കിലും ഉണർന്ന് പോകാനൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങ് വിടും കേട്ടോ. അങ്ങനെ മോളെ രാവിലെ എഴുന്നേൽപ്പിച്ച് ട്യൂഷനൊക്കെ വിട്ടിട്ട് ഞാൻ ബാക്കി ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുവാണ് കേട്ടോ. കാരണം ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആണ്. കാരണം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ എൻ്റെ ഒരു പ്ലാനിലുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു തുടയ്ക്കണം, പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകണം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയ്ക്ക് നല്ല പനിയായതുകൊണ്ട് അമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലും പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ മോളെ കൊണ്ട് വിട്ടിട്ട് ഓടി വന്ന് അവൾക്കുള്ള ദോശയൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കുവാണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ് കേട്ടോ. അല്ലൂട്ടിക്ക് ദോശ ഒട്ടും ഇഷ്ടമല്ല, എങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അവളൊരു സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് സാമ്പാർ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ദോശ കൊടുക്കാറുള്ളത്. ഒരൊറ്റ ദോശയെ ആൾ കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ദോശയുടെ മാവ് ഒറ്റ ദോശയ്ക്കകത്താക്കിയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ദേ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഓടി വന്ന് തുണി കഴുകുവാണ് കേട്ടോ. തുണി മോള് വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കഴുകി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവളെ റെഡിയാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി അങ്ങനെ പെട്ടെന്നല്ല, എനിക്കൊരു 10 മണിയാകുമ്പോഴത്തേക്കിനും എല്ലാ ജോലിയും ഒതുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിനുള്ള വെപ്രാളത്തിലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും തുണി കഴുകാറുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം കൂട്ടി വെച്ചിരുന്നാൽ ആ പണി വീണ്ടും എനിക്ക് തന്നെ വരും, വീണ്ടും നമുക്ക് തന്നെ അത് ജോലി കൂടുതൽ. അതുകൊണ്ട് ഞാൻ അന്നന്ന് തുണി ഞാൻ കഴുകിയിടും കേട്ടോ. അതും എല്ലാ ദിവസവും മാക്സിമം രാവിലെ തന്നെ ഞാൻ തുണി കഴുകും. രാവിലെ തന്നെ കഴുകിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുണിയെല്ലാം ഉണങ്ങി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കഴുകിയിടും കേട്ടോ. എനിക്ക് ഈ ബെഡ്ഷീറ്റ് കഴുകാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടാസ്ക്കാണ് ബെഡ്ഷീറ്റ് കഴുകുന്നത്. അങ്ങനെ രാവിലെ തന്നെ ദേ 3-4 അയ നിറച്ച് തുണി അങ്ങ് കഴുകിയിട്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓടി വന്ന് അല്ലൂട്ടിയുടെ ലഞ്ച് ബോക്സും സ്നാക്സും ഒക്കെ അങ്ങ് എടുത്തു വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴേക്കും തന്നെ 8 മണി 8:30 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാം മോളിപ്പോൾ വരുമെന്നേ. അപ്പോൾ ഞാൻ ഓടി വന്ന് വേഗം അവളുടെ വെള്ളമൊക്കെ എടുത്തു വെക്കുവാണേ. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അവൾ ഓക്കെയാണ് കേട്ടോ. അവൾ വെള്ളം കുടിക്കാൻ ആരും നിർബന്ധിക്കേണ്ട, അവൾക്ക് ഇഷ്ടമാണ്, കുടിച്ചുകൊണ്ടേ ഇരുന്നോളൂ. പിന്നെ അതേ ചോറൊക്കെ എടുത്തു വെച്ചു. ചോറ് ഇന്ന് ഞാൻ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് മോൾക്ക് ചോറ് കൊടുത്ത് വിട്ടതിൽ ഒരു സംതൃപ്തിയില്ല. കുറച്ചുകൂടിയൊക്കെ ചോറ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. കാരണം വീട്ടിലോ അവൾ ഫുഡ് കഴിക്കാറില്ല, ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് കഴിക്കുമല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നു, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടിയും മോളാണെന്നേ. അതുപോലെ തന്നെ അവൾക്ക് ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലാണ്, ഒന്ന് കുറയ്ക്കണേന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറയ്ക്കണമല്ലോ. അങ്ങനെ എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും അല്ലൂട്ടി വന്നു. എൻ്റെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു കേട്ടോ. ആൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് വരുന്നത്. ചെറിയ കൊട്ടൊന്നും കിട്ടാത്ത ദിവസം വലിയ സന്തോഷത്തിലൊക്കെ ഓടി വരാറുള്ളത്. പിന്നെ അവൾ വന്ന് അവളെ റെഡി ആക്കിയിട്ട് ഫുഡ് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സമയം പോകും. കാരണം അവൾ ഫുഡ് കഴിക്കാനിരുന്ന സമയം കുറേ പോകും കേട്ടോ. അവൾക്ക് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും കഴിച്ചു. കാരണം മോൾ പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എൻ്റെ അടുത്ത പണികളിലൊക്കെ കിടക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ 2 പേരും കഴിച്ചു കേട്ടോ. ഞാനും ഒരു ദോശയാണേ കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേട്ടോ ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു ഗുണ്ടുമണിയായിട്ടുണ്ടെന്നും. എനിക്ക് ഇത്രയും തടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഒരു ഗുണ്ടുമണിയായി മാറിയെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം വേറൊന്നുമല്ല, പുറത്തുനിന്നുള്ള ഫുഡടി കുറച്ച് കൂടി, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാതെ ഞാൻ ഇത്രയും തടിച്ചാണോ എന്ന്. അതുകൊണ്ട് ഞാനൊരു ദോശയേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 ദോശ, ചിലപ്പോൾ ഒരു ദോശയൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് തുടങ്ങുമ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കമൻസിൽ 1-2 പേരൊക്കെ പറയാറുണ്ടായിരുന്നു കുറച്ചുകൂടി ലെങ്തി വീഡിയോ ഇടണമെന്നേ. അപ്പം ഞാൻ കരുതി കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ച് തന്നെ ഞാൻ തുടങ്ങിയതാണ്. പക്ഷേ ദേ മോള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം എനിക്കൊരു പണി കിട്ടി കേട്ടോ. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ഫോണിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫോൺ കുറേ നേരത്തേക്കിന് ഇങ്ങനെ സ്റ്റക്കായി ലോക്കായിരുന്നു കേട്ടോ. ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞാൻ വീട് തൂത്തുവാരുന്നതും തുടയ്ക്കുന്നതും ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
വീടൊക്കെ തൂത്തുവാരി കുളിച്ചു എല്ലാം ചെയ്തു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ വന്നേ. അപ്പോഴത്തേക്കിനൊക്കെ പിന്നെ എൻ്റെ ഫോൺ ഓക്കെ ആയി വന്നത്. അങ്ങനെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ കുറേ നേരം പോസ്റ്റായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നല്ല പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷനും ഡ്രിപ്പും ഒക്കെ ആയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു 3 മണിയൊക്കെ കഴിഞ്ഞു. ഈ പോയ പോക്കിന് ഞങ്ങൾ വിചാരിക്കാത്ത കുറച്ച് കൂടുതൽ യാത്രകൾ കൂടി എനിക്ക് പോവേണ്ടി വന്നു. അവിടുന്ന് അമ്മയുടെ 1-2 ആവശ്യങ്ങൾക്ക് അമ്മയും കൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും പിന്നെ 3 മണി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. കാരണം 3:30 ആകുമ്പോഴത്തേക്കിനും അല്ലൂട്ടി വരും. അവളെ വിളിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ബസ്, അവളുടെ സ്കൂൾ ബസ് നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ പോകും. വൈകുന്നേരം വീടിന് മുമ്പിൽ കൂടെ വരാറില്ല. കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് വരാറുള്ളത്. കുറച്ചപ്പുറത്തൊരു വഴിയിലാണ് വന്ന് നിൽക്കാറുള്ളത്. അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരിക ചെയ്യാറ് കേട്ടോ. അപ്പോൾ പിന്നെ 3:30 ആകുമ്പോഴത്തേക്കിനും ഇങ്ങ് വരുമല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് കറങ്ങി വരണമെന്നുണ്ടെങ്കിൽ 5 മണിയാവും ബസ്. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങനെ പോയി വിളിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ഞാൻ നടന്നു പോകുന്ന വഴിക്കാണ് ഈ സീൻ കണ്ടത്. ഒരണ്ണാൻകുഞ്ഞ് ചത്ത് കിടക്കുന്നു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കടിച്ചതാണോ ഒന്നും അറിയത്തില്ലേ. അങ്ങനെ ഞാൻ നടന്ന്, സത്യം പറഞ്ഞാൽ തൊട്ടപ്പുറത്തേക്കൊന്ന് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ ഏരിയയിൽ ഭയങ്കര പട്ടിശല്യം ആയതുകൊണ്ടാണ് കേട്ടോ മോളെ ഞാൻ വിളിക്കാൻ വരുന്നത്. ഇല്ലെങ്കിൽ പട്ടിയെങ്ങാനും കടിച്ചാലോ എന്ന് എനിക്ക് പേടിയാണേ. അങ്ങനെ അല്ലൂട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് നിൽക്കാൻ നേരമില്ല. അവളെ ട്യൂഷനൊക്കെ വിടേണ്ടതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.